കുട്ടിനാട് FM 90.0 കർഷകന്റെ റേഡിയോ, കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. PM പ്രണാം എന്ന പദ്ധതിയെപ്പറ്റി പരിചയപ്പെടാം. 2023 ജൂൺ 28 മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം വളർത്തൽ, പോഷണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ PM പ്രണാം എന്നറിയപ്പെടുന്ന ഒരു സംരംഭം ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ചു. കാർഷിക രീതിയിലേക്കുള്ള അനിവാര്യമായ മാറ്റം സൂചിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. രാജ്യത്തിന്റെ ദീർഘകാല ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ മണ്ണിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, രാസവളങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പ്രധാനമന്ത്രി പ്രണാം പദ്ധതി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പദാർത്ഥങ്ങൾ പരമ്പരാഗതമായി വിളവിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഗുണനിലവാരത്തിൽ അവയുടെ പ്രതികൂല സ്വാധീനം വ്യാപകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആശങ്ക പരിഹരിക്കുന്നതിൽ സന്തുലിത സമീപനത്തിനും വളപ്രയോഗത്തിനും സുസ്ഥിര കാർഷിക രീതികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി വാദിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സംരംഭം ശ്രമിക്കുന്നു. പ്രധാന ഘടകം ഒരു റിവാർഡ് സിസ്റ്റത്തെ ചുറ്റിപ്പറ്റിയാണ്. രാസവളങ്ങളെ ആശ്രയിക്കുന്നത് പ്രകടമായി കുറയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സംരക്ഷിച്ച സബ്സിഡിയുടെ ഒരു ഭാഗം ലഭിക്കും. ഈ ഫണ്ടുകൾ സുസ്ഥിരമായ ഭൂപരിപാലന രീതികളെ പിന്തുണയ്ക്കുന്നതിനായി തന്ത്രപരമായി നിക്ഷേപിക്കാം. ആത്യന്തികമായി സംസ്ഥാനങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും മൊത്തത്തിലുള്ള വികസനത്തിനും പ്രയോജനം ചെയ്യും. പദ്ധതിയുടെ ലക്ഷ്യം: PM പ്രണാം പ്രോഗ്രാം തന്ത്രപരമായ സമീപനത്തിലൂടെ ഇന്ത്യയിലെ മണ്ണിന്റെ ആരോഗ്യത്തിന്റെയും വളപ്രയോഗത്തിന്റെയും നിർണായക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് സമഗ്രമായ സമീപനം സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. രാസവളങ്ങൾ കൂടാതെ ജൈവവളങ്ങളും പ്രകൃതിദത്ത ബദലുകളും സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ തിരഞ്ഞെടുപ്പുകൾക്കായി വാദിച്ചുകൊണ്ട് രാസവളങ്ങൾക്ക് സബ്സിഡി നൽകാനുള്ള സർക്കാരിന്റെ ഭാരം കുറയ്ക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. റിസോഴ്സ് അലോക്കേഷനിലെ ഈ മാറ്റം സുസ്ഥിര കൃഷിരീതികൾക്കായുള്ള പ്രേരണയ്ക്കൊപ്പം യോജിച്ച് രാസ ഇൻപുട്ടുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന സർക്കാർ സംരംഭങ്ങളിൽ നിക്ഷേപം സാധ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: സമതുലിതമായ രാസവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ജൈവവളങ്ങൾ, ജൈവ ബദലുകൾ എന്നിവയ്ക്ക് പുറമെ രാസവളങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതിലൂടെയും വിവിധ തരം വളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സംയോജിത കൃഷി സമ്പ്രദായങ്ങൾ, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പുനരുൽപാദന കാർഷിക തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ദീർഘകാല ചെലവുകൾ കുറയ്ക്കുക. ഇതര മാർഗങ്ങൾ സ്വീകരിച്ച് സർക്കാർ മറ്റ് സംരംഭങ്ങൾക്കായി സബ്സിഡി ഭാരം കുറയ്ക്കുക എന്നതും ലക്ഷ്യമിടുന്നു. സ്കീമിന്റെ ആവശ്യകത: തുടക്കത്തിൽ വിളവ് വർദ്ധിപ്പിക്കുന്ന രാസവളങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയും കാലക്രമേണ പരിസ്ഥിതിയെയും കാർഷിക ഉൽപാദനക്ഷമതയെയും ബാധിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തെ ചെറുക്കുന്നതിന് സുസ്ഥിരമായ കൃഷി രീതികളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദ രീതികളെ പ്രോത്സാഹിപ്പിക്കുകയും ജൈവവളങ്ങൾക്കും ജൈവ ഓപ്ഷനുകൾക്കും വേണ്ടി വാദിച്ചുകൊണ്ടാണ് PM പ്രണാം എന്ന സ്കീമിന്റെ ആവശ്യകത. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്, സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്.
പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ, SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SICT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് 5 പൊക്കാളി. ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളുടെ ഭാഗങ്ങൾ, എറണാകുളം ജില്ലയിലെ തീരദേശ പ്രദേശങ്ങൾ എന്നിവ ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളാണ് പൊക്കാളി. ഇവയുടെ ഏറിയ ഭാഗവും സമുദ്രനിരപ്പിന് താഴ്ന്ന ആയിരിക്കും. 34 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഇവിടെ ഈർപ്പമുള്ളതും മഴയോട് കൂടിയതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത ഒഴിവാക്കാനാവുന്നതാണെങ്കിലും വടക്കു കിഴക്കൻ കാലവർഷകാലത്തുള്ള മിതമായ വരൾച്ചയുടെ സാധ്യത 10 വർഷത്തിൽ 2 തവണയാണ്. ഏപ്രിൽ 3-ാം വാരത്തിനും നവംബർ 3-ാം വാരത്തിനും ഇടയിൽ 2 ആഴ്ച വരെ 20 മില്ലിമീറ്ററിൽ കൂടുതൽ തുടർച്ചയായി മഴ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കരപ്രദേശങ്ങളിൽ മധ്യ ഏപ്രിൽ മുതൽ മധ്യ ഡിസംബർ വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാകാലത്ത് 34 ആഴ്ചയും വരണ്ട കാലയളവ് ഏകദേശം 4 മാസവും ആയിരിക്കും. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് 6 കോൾ കരിനിലയങ്ങൾ. മലപ്പുറം ജില്ലയുടെ തെക്കൻ തീരദേശത്തു നിന്നും
തൃശൂർ ജില്ലയുടെ തീരദേശത്തേക്ക് പരന്നുകിടക്കുന്ന 40ഓളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കരിപ്പാടങ്ങൾ. ഈർപ്പമുള്ളതും മഴയോടുകൂടിയതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ ആയിരിക്കും ഇവിടെ. മിതമായ വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത 10 വർഷത്തിൽ ഒരിക്കലാണ്. വടക്കു കിഴക്കൻ കാലവർഷകാലത്തുള്ള മിതമായ വരൾച്ചയ്ക്കുള്ള സാധ്യത 10 വർഷത്തിൽ 2 തവണയാണ്. 10 വർഷത്തിൽ ഒരിക്കൽ വടക്കു കിഴക്കൻ കാലവർഷകാലത്ത് രൂക്ഷമായ ഒരു വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 2ാം വാരം മുതൽ നവംബർ ആദ്യ വാരം വരെയുള്ള കാലയളവിൽ 2 ആഴ്ച വരെ 20 മില്ലിമീറ്ററിൽ കൂടുതൽ തുടർച്ചയായി 2 ആഴ്ച വരെ മഴ ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കരപ്രദേശങ്ങളിൽ മെയ് 2ാം വാരം മുതൽ നവംബർ അവസാന വാരം വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാ കാലയളവ് 30 ആഴ്ചയും വരണ്ട കാലയളവ് ഏകദേശം 5 മാസവുമായിരിക്കും. കരിപ്പാടങ്ങളും ഭൂരിഭാഗം സമുദ്രനിരപ്പിന് താഴ്ന്ന ആയിരിക്കും. കടൽ വെള്ളം തടഞ്ഞ് നെൽകൃഷി സുഗമമാക്കുന്നതിനായി അണകളും വരമ്പുകളും നിർമ്മിക്കേണ്ടതുണ്ട്. മണ്ണ് ഹൈഡ്രോമോർഫിക് അമ്ലഗുണമുള്ള കളിമണ്ണാണ്. കരപ്രദേശങ്ങളിൽ തെങ്ങും താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കൃഷി ചെയ്തു വരുന്നു. സംസ്ഥാനത്തിന്റെ 71.142 ഹെക്ടർ ഭൂമി ഇതിൽ ഉൾപ്പെടുന്നു. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് 7 കൈപ്പാട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശ പ്രദേശത്തെ ഒറ്റപ്പെട്ടു കിടക്കുന്ന ജനമഗ്നമായ പ്രദേശങ്ങളാണ് കൈപ്പാട് കാർഷിക പാരിസ്ഥിതിക മേഖലകൾ. 16 പഞ്ചായത്തുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. ഈർപ്പമുള്ളതും മഴയോടുകൂടിയതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ ആയിരിക്കും. വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത ഒഴിവാക്കാവുന്നതാണ്. എന്നിരുന്നാലും വടക്കു കിഴക്കൻ കാലവർഷകാലത്തുള്ള മിതമായ വരൾച്ചയുടെ സാധ്യത 10 വർഷത്തിൽ 3 വർഷമാണ്. മെയ് പകുതി മുതൽ നവംബർ 2ാം വാരം വരെയുള്ള കാലത്തിനിടെ 2 ആഴ്ചയോളം 20 മില്ലിമീറ്റർ കൂടുതൽ തുടർച്ചയായി മഴ ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കരപ്രദേശങ്ങളിൽ മെയ് പകുതി മുതൽ നവംബർ അവസാനം വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാ കാലയളവ് 27 ആഴ്ചയും വരണ്ട കാലയളവ് ഏകദേശം 5 മാസവുമായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ കടൽ വെള്ളം കയറുന്നതിന് തടയാനായി പ്രത്യേകം സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ നിലങ്ങളുടെ താഴ്ഭാഗത്തായി ആസിഡ് സൾഫേറ്റ് മണ്ണ് കണ്ടുവരുന്നു. കരപ്രദേശങ്ങളിൽ തെങ്ങും താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കൃഷി ചെയ്തു വരുന്നു. സംസ്ഥാനത്തിന്റെ 24,209 ഹെക്ടർ ഭാഗം മാത്രമാണ് കൈപ്പാട് പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത്. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് 8 ദക്ഷിണ ചെങ്കൽ മണ്ണ് പ്രദേശങ്ങൾ. കാലാവസ്ഥയുടെയും മണ്ണിന്റെയും അസാധാരണത്വം പ്രതിനിധീകരിക്കുന്നതിനായി വിവരിക്കപ്പെട്ടതിലുള്ള ലാറ്ററൈറ്റ് മണ്ണുള്ള തെക്കൻ പ്രദേശങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള 24 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റ് മധ്യപ്രദേശ് ലാറ്ററൈറ്റ് പ്രദേശങ്ങളെക്കാളും മിതമായ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശമായ ഈ പ്രദേശത്തെ കുറവ് മഴയെ ലഭിക്കുന്നുള്ളൂ. എന്നിരുന്നാലും വരണ്ട കാലയളവ് വർഷത്തിൽ 3 മാസമായി നിയന്ത്രിക്കുന്നതിനായി തെക്കു പടിഞ്ഞാറൻ കാലവർഷവും വടക്കു കിഴക്കൻ കാലവർഷവും സഹായകമാകുന്നുണ്ട്. മിതമായ വരൾച്ചയ്ക്കുള്ള സാധ്യത 10 വർഷത്തിൽ 1 വർഷമായും വടക്കു കിഴക്കൻ കാലവർഷക്കാലത്തുള്ള വരൾച്ചയുടെ സാധ്യത 10 വർഷത്തിൽ 2 തവണയുമാണ്. ഏപ്രിൽ 3ാം വാരത്തിനും ഡിസംബർ 3ാം വാരത്തിനും ഇടയിൽ തുടർച്ചയായി 2 ആഴ്ച വരെ 20 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഏപ്രിൽ മധ്യവാരം മുതൽ ജനുവരി മധ്യവാരം വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാ കാലയളവ് 38 ആഴ്ചയും വരണ്ട കാലയളവ് 3 മാസം മാത്രവുമാണ്. അമ്ലഗുണമുള്ളതും ക്രിയാശീലത കുറഞ്ഞതുമായ ലാറ്ററൈറ്റ് കളിമണ്ണ് ആണെങ്കിലും മറ്റുള്ള ലാറ്ററൈറ്റ് ഭൂപ്രകൃതിയെ അപേക്ഷിച്ച് ഈ മണ്ണ് ചരലില്ലാത്തതാണ്. കരപ്രദേശങ്ങളിൽ തെങ്ങും ഇടവിളയായി മറ്റു വാർഷിക ബഹുവർഷ വിളകളായി നെല്ല്, മരച്ചീനി, വാഴ, പച്ചക്കറികൾ എന്നിവ താഴ്ന്ന പ്രദേശങ്ങളിലും ചെയ്തു വരുന്നു. സംസ്ഥാനത്തിന്റെ 38,727 ഹെക്ടർ ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കാർഷിക പരിസ്ഥിതി യൂണിറ്റ് 9 ദക്ഷിണ മധ്യ ചെങ്കൽ മണ്ണ് പ്രദേശങ്ങൾ. ദൈർഘ്യം കുറഞ്ഞ വരണ്ട കാലയളവും സവിശേഷമായ ലാറ്ററൈറ്റ് മണ്ണോട് കൂടിയ മധ്യദേശ ലാറ്ററൈറ്റ് ഭൂപ്രകൃതിയും
വിഭാഗമാണ് ദക്ഷിണ മധ്യമേഖല ലാറ്ററൈറ്റ്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലായി പരന്നുകിടക്കുന്ന മധ്യദേശത്തുള്ള 161 പഞ്ചായത്തുകൾ ഉൾക്കൊണ്ടതാണ് ഇത്. ഈർപ്പമുള്ളതും മഴയോട് കൂടിയതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത ഒഴിവാക്കാവുന്നതാണ്. എന്നിരുന്നാലും വടക്ക് കിഴക്കൻ കാലവർഷക്കാലത്തുള്ള മിതമായ വരൾച്ചയുടെ സാധ്യത 10 വർഷത്തിൽ ഒരിക്കലാണ്. ഏപ്രിൽ 2ാം വാരം മുതൽ നവംബർ അവസാന വാരം വരെയുള്ള ജലസേചനം 20 മില്ലിമീറ്ററിൽ കൂടുതൽ തുടർച്ചയായി 2 ആഴ്ച മഴ ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഏപ്രിൽ 2ാം വാരം മുതൽ ഡിസംബർ അവസാനം വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാ കാലയളവ് 38 ആഴ്ചയും വരണ്ട കാലയളവ് 3.5 മാസവുമായിരിക്കും. ഈ പ്രദേശത്തുള്ള ശക്തമായ അമ്ലഗുണമുള്ള ചുവന്ന മണ്ണ് ചരൽ കൂടിയ താഴ്ന്ന ഭാഗങ്ങളിൽ പ്ലിന്തറൈറ്റും ആയിരിക്കും. താഴ്ന്ന പ്രദേശങ്ങൾ വളരെ അമ്ലഗുണമുള്ളതും ക്രിയാശീലത കുറഞ്ഞതും ചരൽ ഇല്ലാത്തതുമായ കളിമണ്ണ് ആയിരിക്കും. ഏകവിളയായി ഉപയോഗിക്കുന്ന റബ്ബർ, തെങ്ങ് എന്നിവ, നെല്ല്, മരച്ചീനി, വാഴ, പച്ചക്കറികൾ എന്നിവയുമായി ചേർത്ത് ഇടവിള ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ 3,65,932 ഹെക്ടർ ഇതിൽ ഉൾപ്പെടുന്നു. കാർഷിക പാരിസ്ഥിതി യൂണിറ്റ് 10. ഉത്തര മധ്യ ചെങ്കൽ മണ്ണ് പ്രദേശം. വടക്കൻ പ്രദേശങ്ങളെക്കാൾ കുറഞ്ഞതും തെക്കൻ പ്രദേശങ്ങളെക്കാൾ കൂടിയതുമായ വരണ്ട കാലാവസ്ഥയുള്ള മധ്യദേശ ലാറ്ററൈറ്റ് ഭൂപ്രകൃതിയാണ് ഇത്. പാലക്കാട്, തൃശൂർ കോർപ്പറേഷനുകൾ, ഈ ജില്ലകളിലെ 3 മുനിസിപ്പാലിറ്റികൾ, 62 പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഈർപ്പവും മഴയുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത കുറഞ്ഞ ഇവിടെ വടക്കുകിഴക്കൻ കാലവർഷകാലത്തുള്ള മിതമായ വരൾച്ചയ്ക്കുള്ള സാധ്യത 10 വർഷത്തിൽ 2 തവണയാണ്. മെയ് 2ാം വാരം മുതൽ നവംബർ 3ാം വാരം വരെയുള്ള കാലയളവിൽ 2 ആഴ്ച 20 മില്ലിമീറ്ററിൽ കൂടുതൽ തുടർച്ചയായി മഴ ലഭിക്കുന്നതിനുള്ള സാധ്യതയേറും. മെയ് 2ാം വാരം മുതൽ ഡിസംബർ പകുതി വരെ മണ്ണിന്റെ ഈർപ്പവും പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാ കാലയളവ് 32 ആഴ്ചയും വരണ്ട കാലയളവ് 4.5 മാസവുമാണ്. കരപ്രദേശത്ത് വളരെ അമ്ലഗുണമുള്ളതും ചരൽ നിറഞ്ഞതും ചുവന്നതും ക്രിയാശീലത കുറഞ്ഞതുമായ കളിമണ്ണ് ആയിരിക്കും. താഴ്ന്ന പ്രദേശങ്ങൾ വളരെയധികം അമ്ലഗുണമുള്ളതും ചരലില്ലാത്തതുമായ കളിമണ്ണ് ആയിരിക്കും. നെല്ല്, മരച്ചീനി, വാഴ, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്ക് തെങ്ങിനോടൊപ്പം ഇടവിളയായി കരപ്രദേശത്ത് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ 1,71,469 ഹെക്ടർ ഭൂമി ഇതിൽ ഉൾപ്പെടുന്നു. കാർഷിക പാരിസ്ഥിതിക മേഖല 11. ഉത്തര ചെങ്കൽ പ്രദേശങ്ങൾ. ഏറെക്കാലം വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ മധ്യദേശത്തുള്ള ചുവന്ന മൺപ്രദേശമായ ഇത് 6 മുനിസിപ്പാലിറ്റികളും 163 പഞ്ചായത്തുകളും ആയി പരന്നുകിടക്കുന്നു. ഈർപ്പമുള്ളതും മഴയുള്ളതുമായ ഉഷ്ണമേഖലാ പ്രദേശമാണ് ഇത്. വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത കുറഞ്ഞ ഇവിടുത്തെ 10 വർഷത്തിൽ ഒരിക്കൽ വടക്ക് കിഴക്കൻ കാലവർഷകാലത്തുള്ള മിതമായ വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 2ാം വാരത്തിനും നവംബർ 2ാം വാരത്തിനും ഇടയിലുള്ള 2 ആഴ്ച 20 മില്ലിമീറ്ററിൽ കൂടുതൽ തുടർച്ചയായി മഴ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. മെയ് 2ാം വാരം മുതൽ ഡിസംബർ ആദ്യ വാരം വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വളർച്ചാ കാലയളവ് 31 ആഴ്ചയും വരണ്ട കാലയളവ് 4.5 മുതൽ 6 മാസം വരെയാണ്. അത് തെക്ക് നിന്നും വടക്കോട്ട് കൂടി വരുന്നു. കരപ്രദേശങ്ങളിൽ വളരെ അമ്ലഗുണമുള്ളതും ചരലോട് കൂടിയതുമായ ചുവന്ന മണ്ണും ക്രിയാശീലത കുറഞ്ഞതുമായ കളിമണ്ണും ആണ്. താഴ്ഭാഗങ്ങളിൽ പ്ലിന്തറൈറ്റും കാണുന്നു. വെട്ടുകൾ ഡ്യൂട്രിക്കസ്റ്റും ഈ പ്രദേശത്ത് കാണാറുണ്ട്. നെല്ല്, മരച്ചീനി, വാഴ, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്കൊപ്പം തെങ്ങിന്റെ ഇടവേളയായി കരപ്രദേശത്ത് ചെയ്യാവുന്നതാണ്. കരപ്രദേശത്ത് കശുമാവ് തോട്ടങ്ങളും വളരെ വ്യാപകമാണ്. സംസ്ഥാനത്തിന്റെ 4,60,257 ഹെക്ടർ ഭൂമി ഈ വിഭാഗത്തിൽ പെടുന്നു. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് 12. തെക്ക് മധ്യമേഖല മലയടിവാരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ മധ്യഭാഗത്തുള്ള ചുവന്ന മണൽപ്രദേശങ്ങൾക്കും ഉയർന്ന മലകൾക്കും ഇടയിലുള്ള ചെറിയ കുന്നുകളോട് കൂടിയ പ്രദേശങ്ങളാണ് ഇവ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ 90 പഞ്ചായത്തുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈർപ്പമുള്ളതും മഴയോട് കൂടിയതുമായ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവ. വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത കുറവാണെങ്കിലും 10 വർഷത്തിൽ ഒരിക്കൽ അനുഭവപ്പെടാം. എന്നിരുന്നാലും വടക്ക് കിഴക്കൻ കാലവർഷകാലത്താണ് മിതമായ വരൾച്ച. മധ്യ മാർച്ച് മുതൽ നവംബർ അവസാനം വരെയുള്ള കാലത്ത് 2 ആഴ്ച വരെ
20 മില്ലിമീറ്ററിൽ കൂടുതൽ തുടർച്ചയായി മഴ ലഭിക്കുവാനുള്ള സാധ്യതയേറും. മാർച്ച് പകുതി മുതൽ ജനുവരി 2ാം വാരം വരെ മണ്ണിന്റെ ഈർപ്പവും പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളകളുടെ വരൾച്ചാ കാലയളവ് 41 ആഴ്ചയും വരണ്ട കാലയളവ് 2.5 മാസവുമായിരിക്കും. ഇവിടുത്തെ അമ്ലഗുണമേറിയതും ചരൽ നിറഞ്ഞതുമായ ചുവന്ന മണ്ണ് ക്രിയാശീലത കുറഞ്ഞതും ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നമായതുമായിരിക്കും. ഇടുങ്ങിയ താഴ്വരകൾക്ക് സാമ്യമുള്ളതും പക്ഷേ ചരലുകൾ ഇല്ലാത്തതുമായ മണ്ണിൽ നീർവാർച്ചയ്ക്ക് തടസ്സം നേരിടും. ഹ്രസ്വമായ വരണ്ട കാലയളവ്, പ്ലിന്തറൈറ്റ് പാളികളുടെ അഭാവം, മണ്ണിലെ അധികമുള്ള ജൈവ പദാർത്ഥങ്ങൾ എന്നിവയാണ് അടിവാരങ്ങളെ മധ്യമേഖല ലാറ്ററൈറ്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. റബ്ബർ, തെങ്ങ്, കുരുമുളക്, കാപ്പി പോലുള്ള തോട്ടവിളകൾ ഇവിടെ കണ്ടുവരുന്നു. സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതിക്ക് 3,15,893 ഹെക്ടർ ഭാഗവും ഇതിൽപ്പെടുന്നു. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് 13 ഉത്തര മലയടിവാരങ്ങൾ. ദൈർഘ്യം കൂടിയ വരൾച്ചാ കാലയളവിൽ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള അടിവാരങ്ങൾ അതിന്റെ തെക്കൻ പ്രതിരൂപത്തിൽ നിന്നും വ്യത്യസ്തമാണ്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ 27 പഞ്ചായത്തുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈർപ്പമുള്ളതും മഴയോട് കൂടിയതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കണ്ടുവരുന്നത്. മിതമായ വാർഷിക വരൾച്ചയ്ക്കുള്ള സാധ്യത 10 വർഷത്തിൽ ഒരിക്കലാണ്. വടക്ക് കിഴക്കൻ കാലവർഷകാലത്ത് ഒരു മിതമായ വരൾച്ചയ്ക്കും ഒരു രൂക്ഷമായ വരൾച്ചയ്ക്കും 10 വർഷത്തിൽ ഒരിക്കൽ സാധ്യതയുണ്ട്. മെയ് മുതൽ നവംബർ 3ാം വാരം വരെയുള്ള കാലത്തിനിടയിൽ 2 ആഴ്ച 20 മില്ലിമീറ്റർ കൂടുതൽ മഴ തുടർച്ചയായി ലഭിക്കുവാനുള്ള സാധ്യത ഏറും. മെയ് അവസാന വാരം മുതൽ ഡിസംബർ 3ാം വാരം വരെ മണ്ണിന്റെ ഈർപ്പം പൊതുവെ വിളകൾക്ക് മിതമായ അളവിലായിരിക്കും. വാർഷിക വിളയുടെ വളർച്ചാ കാലയളവ് 34 ആഴ്ചയും വരണ്ട കാലയളവ് 4 മാസവും ആയിരിക്കും. ഇവിടെയുള്ള അമ്ലഗുണം കൂടിയതും ചരലോട് കൂടിയതുമായ ചുവന്ന ക്രിയാശീലത കുറഞ്ഞ കളിമണ്ണ് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നമാണ്. ഇടുങ്ങിയ താഴ്വരകളിൽ സമാനമായതും പക്ഷേ ചരൽ ഇല്ലാത്തതുമായ മണ്ണ് ആയിരിക്കും. ദൈർഘ്യം കുറഞ്ഞ വരണ്ട കാലയളവ്, പ്ലിന്തറൈറ്റിന്റെ അഭാവം, കൂടിയ ജൈവ പദാർത്ഥത്തിന്റെ അളവ് എന്നിവയാണ് ഇതിന് അടിവാരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. റബ്ബർ, തെങ്ങ്, കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളാണ് പ്രധാനമായും കണ്ടുവരുന്നത്. സംസ്ഥാനത്തിന്റെ 1,44,181 ഹെക്ടർ ഭാഗം ഭൂമി ഇതിൽ ഉൾപ്പെടുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിൻ്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില,
കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15, FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിൻ്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിൻ്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിൻ്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിൻ്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിൻ്റെ പ്രയോഗം മൂലം മണ്ണിൻ്റെ ഓർഗാനിക് കാർബണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെൻറ്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിൻ്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM
പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ടിപീഡിയം. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പീഡിയം ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് പീഡിയം. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് പീഡിയം അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി.